അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട മൂന്നാമത്തെ ഒന്നായിരിക്കും സക്കാത്ത്. നിസ്കാരം, സക്കാത്ത്, നോമ്പ്. സക്കാത്ത് എന്നുള്ളത് നിർബന്ധമായ ഒന്നായിരിക്കും. ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ മുന്നോട്ട് ക്ലാസ് എടുത്തതാണ്. എന്നാൽ ചില ചോദ്യങ്ങൾക്ക് ഉത്തര ചൊല്ല രീതിയിൽ ഇൻഷാ അല്ലാഹ് അത് ഞങ്ങൾക്ക് വിവരിക്കുമായിട്ട് എൻ്റെ ഉദ്ദേശിക്കുന്നത്. സക്കാത്ത് ചൊല്ലത് അത് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല നിർബന്ധമാക്കിയതും അത് സക്കാത്തിൽ വളർച്ചയുണ്ട്. സക്കാത്ത് എന്നതിൽ അർത്ഥം തന്നെ സംസ്കരിച്ചെടുക്കടെ വളർച്ച എന്നെങ്കിൽ സമ്പത്ത് അള്ളാഹു ജാസ്തി തൻ്റെ എന്നുള്ളത് ഫക്കീർ തരം ഇല്ലാണ്ടാക്കടെ. അപ്പോൾ അതൊരു ബറക്കത്തായിട്ടിക്കടെ. ഖുർആൻ അങ്ങനെ ആയിട്ടിക്കടെ ചൊന്നത്. ഏത് റിബ, വട്ടി, പലിശ എന്നുള്ളതിനെ അള്ളാഹു അതിലെ ബറക്കത്തിനെ ഇല്ലാണ്ടാക്കി കളയിട. അപ്പൊ അള്ളാഹു താല ഈ സക്കാത്ത് നിർബന്ധമാക്കിയത് ഞങ്ങളെ സ്വത്തിനെ സംസ്കരിക്കുകയും പാവപ്പെട്ട ആൾമാർക്ക്, ഫക്കീർമാർക്ക് അങ്കൊരു സ്വത്ത് കിട്ടവും മാത്രമല്ല അങ്ങക്ക് ഓനക്ക് ആശ്രത്തിൽ വലിയ പ്രതിഫലം കിട്ടവും. അപ്പൊ അള്ളാഹു താല ഇന്നതിൽ ഇന്നവൻ അവന് ഇന്നേൻ കണ്ടെങ്കിൽ ഇത്തരത്തിൽ കൊടുക്കുന്നുണ്ട് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല തീർമാനാക്കിയ ഒന്നായിട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഷർത്തുണ്ട്, ഫർളുണ്ട്, കൊടുക്കേണ്ട രീതിയുണ്ട്. ആ രീതിയിൽ തന്നെ ആവണം. ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ച് ഒന്ന് അറിയിക്കുകയായിട്ട് ഇന്നത്തെ ഞങ്ങൾ മുന്നോട്ട് ഫിഖില് ഏത് ഖബറെടുക്കുന്നതിനെ സംബന്ധിച്ച്, കഫന്റെ സംബന്ധിച്ച്, മയ്യത്ത് പരിപാലനെ സംബന്ധിച്ച് വിവരിച്ചത്. അതുപോലെ ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ച് വിവരിച്ചത്. ഇനി ബാക്കിയുള്ള സക്കാത്തിനെ സംബന്ധിച്ചായിട്ട് ഇന്ത്യ വിവരിക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്, നല്ലൊരു വിഷയമായിട്ട് മനുഷ്യന്മാരുടെ ഇടയിൽ സക്കാത്തും ഈ ഒരു വിഷയത്തിൽ കൺഫ്യൂഷൻ ഉള്ളെങ്കിൽ ഒരു വിഷയമായിട്ട് ഈ സക്കാത്ത്. അതുകൊണ്ടിട്ട് ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റിൽ ഞങ്ങൾ ചർച്ചയാക്കിയിട്ട് മനുഷ്യന്മാർക്ക് എത്തുവാട്ടത് നല്ലൊരു വിഷയമായിട്ട്. ഈ സക്കാത്ത് ഈ സ്വതക്ക ഈ രണ്ട് ഒന്നേമാ അല്ല ಬೇರೆ ಬೇರೆമാ? അതിന്റെ പ്രതിഫല, അതിന്റെ വ്യത്യാസ എന്തിന്, അത് എങ്ങനെ ഉണ്ടാ എന്നൊരു വിഷയം. സക്കാത്തും ചൊല്ലതും സ്വതക്കാൻ ചൊല്ലതും രണ്ടും വേറെ വേറെ ആയിട്ടില്ല. നമ്മ ഇപ്പൊ അസർ നിസ്കരിച്ചിട്ട് ഇപ്പൊ തെച്ചിരി അസർ നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കരിച്ച ഫർദ് നിസ്കാരത്തിനും സുന്നത്ത് നിസ്കാരത്തിനും വ്യത്യാസം എന്നതുപോലെ സക്കാത്തും സദക്കത്തും വ്യത്യാസമുണ്ട്. സക്കാത്ത് അത് ഫർദായ ഒന്നായിട്ടിക്കല്, ഫർദ് സുന്നത്തിനേക്കാൾ ഏറ്റവും കൂടുതലായിട്ടിക്കല് പ്രതിഫലം. സുന്നത്ത് ഞങ്ങൾ ഫർദായത് ചെയ്തിട്ടായിട്ടിക്കല് ഏതാക്കേണ്ടത്, സുന്നത്തായത് ചെയ്യേണ്ടത്. അപ്പൊ ഫർദ് ബാക്കി വെച്ചിട്ടല്ല ഞങ്ങൾ സുന്നത്ത്. ഇപ്പൊ ഓർത്ത ഇഷാവ് നിസ്കരിച്ചിട്ടില്ല, മഗ്രിബ് നിസ്കരിച്ചിട്ടില്ല, ഓൻ തറാവി അല്ല നിസ്കരിക്കും. ഓൻ ഫസ്റ്റ് ഈ നിസ്കാരം നിസ്കരിക്കണം. അപ്പൊ അതുപോലെ ഫർദായത് ഞങ്ങൾ ചെയ്യണം. സക്കാത്ത് ഫർദായ ഒന്നായിട്ടില്ല, അതൊക്കെ കൂടുതൽ പ്രതിഫലമായിട്ടില്ല. ഏതുപോലെ ആണെങ്കിൽ ഇപ്പൊ സുന്നത്ത് നിസ്കാരത്തെക്കാളും ഫർദ് നിസ്കാരത്തിലുള്ള പ്രതിഫലം എത്ര ആയിട്ടെങ്കിൽ 70 പട്ടു ജാസ്തി ആയിട്ടില്ല. അപ്പൊ അതേപോലെ സ്വതക്കടേക്കാൾ എത്രയോ വലിയ പ്രതിഫലമായിട്ടില്ല സക്കാത്ത് കൊണ്ട്. അത് നിർബന്ധമായ ഒന്നായിട്ട്. സാധാരണ ആൾമാരിപ്പോ സ്വതക്ക കൊടുക്കുന്നവർ അതേ മേലെ ഈ സക്കാത്ത് കൊടുക്കൊണ്ട് ചൊല്ലും. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്ക് അങ്ങ് കഷ്ടാവില്ലേ? അത് രണ്ടും കൊടുക്കണോ? എന്തിന് അതൊരു ഒരു മാനദണ്ഡ? സദക്ക സക്കാത്ത് ഇപ്പൊ എല്ലാരും സദക്ക കൊടുക്കാറ്. സദക്ക കൊടുക്കുന്നതിൽ ഞങ്ങൾ മാഷാ അല്ലാഹ് മുന്നോട്ട് തന്നെ എത്തിക്കുന്നത്. സക്കാത്തിന്റെ വിഷയത്തിൽ പിറവുണ്ടുള്ളൂ അല്ലേ? അപ്പൊ എന്തെങ്കിലും ഈ സക്കാത്ത് എങ്ങനെ കൊടുക്കടേ എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടായിട്ടില്ല. ഞങ്ങൾ കൊടുക്കടേ സദക്കടമേ ഞങ്ങൾക്ക് സക്കാത്താക്ക് കൊടുക്കും. ഞങ്ങൾ സാധാരണ ഇപ്പൊ ഫാമിലി പാവത്തെ പെൺമക്കൾ മങ്ങലാടുന്നെങ്കിൽ ഉഷാറില്ലാത്തെങ്കിൽ ഇങ്ങനത്തെ നല്ല കൊടുക്കില്ലേ? ആ കൊടുക്കുന്നത് തന്നെ അതിനെ സക്കാത്താക്കുകയോടും അതിനെ സക്കാത്താക്കി കൊടുക്കോടും. അപ്പൊ ഇനി അത് കൊടുത്തിട്ടായിട്ട് പോകണം എന്താക്കേണ്ടത്? ഫർദായത് ഞങ്ങൾ ആദ്യം ചെയ്യണം. ഇപ്പൊ സുന്നത്തായത് സദക്ക വേണം. സദക്ക വേറൊരു വിഷയമായിട്ട് ഈ സക്കാത്ത് എന്നുള്ളത് ഇപ്പൊ സക്കാത്ത് പുറത്തേക്ക് നിർബന്ധമായിട്ടില്ല. അവിടെ സ്വത്തും വെക്കാം. എന്നാലും അവനത് ചില പാവത്താളുമാർ ഉഷാറില്ലാട്ടോ അവന്റെ റായത്തിലാണെങ്കിൽ ഇന്നറക്കനെ അതിനെ സഹായിക്കൽ നിർബന്ധമായിട്ട് ഉണ്ട്. അപ്പൊ സക്കാത്ത് അല്ലാണ്ടും വേറെ നിർബന്ധമായ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ സക്കാത്ത് എന്നുള്ളത് ഞങ്ങൾ ഇപ്പോൾ ചൊല്ലുമ്പോഴത്തേക്ക് സക്കാത്തും കൊടുക്കണം, സദക്കയും കൊടുക്കണം. സദക്കത്തെ മേലെ സദക്ക എല്ലാവരും കൊടുക്കാറ്, പിന്നെയും സക്കാത്ത് കൊടുക്കണം. കഷ്ടാവില്ലേ? ഞങ്ങൾ കൊടുക്കേ സദക്കടമേ ഞങ്ങൾക്ക് സക്കാത്താക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് അത് വിവരിക്കും. അതെ, സക്കാത്ത് നല്ല വിഷയമായിട്ട് ഈ സക്കാത്തിനെ
നിങ്ങൾ സദക്കത്തിനെ സക്കാത്താക്കി കൊടുത്തിട്ട് ಅದಕ್ಕೆ നിയത്ത് എങ്ങനെ വെക്കുന്നു നിയത്തിലല്ലേ എല്ലാം ഉള്ളേ അത് എങ്ങനെ അതായത് ഇപ്പൊ ഒരു നമുക്ക് ഈ സദക്ക ജക്കാത്ത് എന്തിലെല്ലാം ഫർലാവിട്ട് ഞങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ലാ അത് ഞങ്ങൾക്ക് വിവരിക്കാം ഫസ്റ്റ് ഞങ്ങൾ ജക്കാത്ത് ഏതിലല്ല ജക്കാത്ത് പണ്ടിട്ട് ഞങ്ങൾ നോക്കാം ഇപ്പൊ നിങ്ങൾ സക്കാത്ത് ഏതെല്ലാം ഉണ്ട് ബംഗാറിൽ സക്കാത്ത് ഉണ്ടാ ബംഗാർ ഇപ്പൊ നിന്നിട്ട് ബംഗാർ ഞങ്ങളുടെ ശരീരത്തുള്ള ജക്കാത്ത് ഫിത്തർ ജക്കാത്ത് അത് ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിവരിക്കാം സ്വത്തുക ജക്കാത്ത് പണ്ടതിൽ 8 വസ്തുവായിട്ട് ജക്കാത്ത് പണ്ടേ അതിൽ ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങളുടെ പ്രായത്തിൽ ഇപ്പം ഇല്ലാത്തത് ഞങ്ങൾ വിടാം ഒന്ന് ആട് പയ്യ് വണ്ടേ ആടിൽ 40 ആട് വേണം പയ്യിൽ 30 പൈ വേണം വണ്ടൽ 5 വേണം ഇതിപ്പോൾ ഞങ്ങളുടെ പ്രായത്തിൽ പിന്നെ ആഹാരധാന്യം അരി റാഗി ജോള പയർ കടല ഇങ്ങനത്തേത് കൃഷിയാക്കിയെങ്കിൽ പിന്നെ കാരക്ക ഈത്ത പോലുണ്ട് അത് ദ്രാക്ഷി ഈ കൃഷിയിലും ജക്കാത്തുമുണ്ട് ಅದಕ್ಕೆಲ್ಲ ನಾನು ಚೊಂದಲು 300 ಸಾ ಇನ್ನೆಂಗಳಾയിട്ട് ജക്കാത്ത് ഉണ്ട് അതിപ്പോൾ അത്ര കൃഷിയാക്കങ്ങില്ല അപ്പോൾ അവിടെ 6 തീന്ത് പിന്നെ ഉള്ളത് നക്കത് ചൊന്നെങ്കിൽ ബംഗാറ് വെള്ളിക്ക് ജക്കാത്ത് ഉണ്ട് ബംഗാറുക്ക് ജക്കാത്ത് എങ്ങനെ ചൊന്നെങ്കിൽ 85 ഗ്രാം ഇടത്തര ഇന്നെങ്കിൽ അതിനേക്കാൾ കുറവ് ഇന്നെങ്കിൽ കൊടുക്കണ്ട ബംഗാർക്ക് പണ്ട് യൂസ് ആക്കണ 85 പവൻ ഇന്നെങ്കിൽ യൂസ് ആക്കണ ആക്കിയത് 85 ഗ്രാം അതായത് ഈ ബംഗാറ് ജക്കാത്ത് എങ്ങനെയാന്നുള്ളത് ചൊന്നു അപ്പൊ ഞങ്ങൾക്ക് ബംഗാറ് വെള്ളി അല്ലെ വെള്ളി 6 അത്ര വലിയ 595 ഗ്രാം വെള്ളി ഉണ്ടെങ്കിൽ ജക്കാത്ത് അതും നമുക്ക് വലിയ വിഷയമായിട്ട് വേണ്ട ഇപ്പൊ ഞങ്ങൾക്ക് ബണ്ടൽ 3 വിഷയമായിട്ട് ഒന്ന് പൈസ വെള്ളി ഇത് ബംഗാറ് ബിസിനസ് ഈ 3 വിഷയമായിട്ട് ഉണ്ട് വേണ്ടത് അല്ലെ ഇനി വലിയ ഇപ്പൊ ഞങ്ങൾ ചർച്ച ഉള്ള വിഷയം ഇതിൽ ഞങ്ങൾക്ക് ബംഗാറത് നിങ്ങൾ കേട്ടിപ്പോ ബംഗാറതിൽ ഷാഫിഹി മദ്ഹബിൽ ഉപയോഗം എന്നെങ്കിൽ ഈ ബംഗാറുമായിട്ടുള്ള ഉദ്ദേശം നോക്കണേ ഈ ബംഗാർ എന്തരേക്കുള്ളത് അവന്റെ പെഞ്ഞൈ മക്കളെ പെഞ്ഞൈಗೂ മോലുgu കൽത്ത് ಗಿಡೋ ಕಾದು ಗಿಡೋ ಗುಂಡೆടുക്കಡೆ ಎತ್ತು വെച്ചേക്കത്തെ ബംഗാർ അതൊക്കെ ആഭരണം ചൊല്ലി ഇതൊക്കെ ജക്കാത്ത് ഇല്ല സ്വത്തായിട്ട് എടുത്ത് വെച്ചതൊക്കെ മാത്രം ജക്കാത്ത് പണ്ട് അപ്പൊ പെഞ്ഞൈಗೋ മോലുgu ഇങ്ങനെല്ലാം ഇടകു ಬೇನಾയിട്ട് എടുത്ത് അത് ഇട്ടിട്ടേക്കൊന്നിട്ടെന്തും ഇല്ല അത് ബാങ്കിൽ വെച്ചെങ്കിലും അത് ഗാഡ്രേജിൽ വെച്ചിട്ടുണ്ടെങ്കിലും ഈ ബംഗാറുമായിട്ടുള്ള ഉദ്ദേശം എന്തിനാ നോക്കണേ പൈസ തീന്ന് കൊണ്ടു ചെന്നിട്ട് ബംഗാർ എടുത്ത് വെച്ചത് എന്നാൽ ആ ബംഗാർ ജക്കാത്ത് പണ്ട് അപ്പൊ ബംഗാർ ബിസ്ക്കറ്റിനേക്ക് ജക്കാത്ത് പണ്ട് കൽത്തുകിന്റെ മാല കാലുകിന്റെ ചെയിന് കൈ ചെയിന് ഇങ്ങനത്തെതെല്ലാം എടുത്തെത്തുന്ന കണ്ടെങ്കിൽ അതിന് ഉദ്ദേശം നോക്കണം എന്തിലേക്ക് ഓന്റെ നീയത്ത് എന്തിരേ പിന്നെ മക്കൾ കൽത്ത് കിടണം എന്നുള്ള ഉദ്ദേശത്തില എന്നായിക്ക് ജക്കാത്ത് കൊടുക്കണം അല്ലാത്തതുക്കണമെങ്കിൽ എന്താക്കണം പൈസ തീന്ന് കൊണ്ടും സ്വത്തായിട്ട് എടുത്ത് വെക്കുന്നത് അതൊക്കെ ജക്കാത്ത് കൊടുക്കണം അത് 85 ഗ്രാം ഇന്നെങ്കിൽ മാത്രം അതിനേക്കാൾ കീഴിൽ നിനക്ക് ജക്കാത്ത് കൊടുക്കണം അതിൽ 85 ഗ്രാമും അതിനേക്കാൾ മേലെ ബംഗാർ വിഷയത്തിൽ നല്ലൊരു അവിടെ അവിടെയാണ് ജനറൽ പെർസെന്റ് ആയിട്ട് കൊടുക്കേണ്ടത് ബംഗാറെ കൊടുക്കണം അത് അവിടെ തീന്ത് ബംഗാറ് വിഷയം ഷാഫി മദ്ഹബിൽ മാത്രമായിട്ട് ഏതില്ല ഈ ആഭരണത്തിന് ജക്കാത്ത് ഇല്ല ചൊന്നത് അപ്പൊ ബംഗാരെ വിഷയത്തിൽ പൈസത്തെ വിഷയം പറയണം പൈസത്തിന് ജക്കാത്തിന്റെ വിഷയത്തിൽ പൈസത്തെ ജക്കാത്ത് ഞങ്ങൾ 595 ഗ്രാം വെള്ളിക്കുള്ള പൈസ പുറത്തിറക്കി കണ്ടെങ്കിൽ അവിടെ ജക്കാത്ത് നിർബന്ധമായി 595 ഗ്രാം വെള്ളിക്ക് എത്ര പൈസ ആവുമോ ഇന്നത്തെ ഗ്രാം കണക്കൂട്ടിയൊന്നും സാധാരണ ഇപ്പത്തെ ഒരു ലാക്ക് മേൽ മുട്ട അല്ല മേൽ കാലിട്ട് നിൽക്കാണ്ട് അപ്പൊ ഇത് വെള്ളിക്ക് പൈസ ಯಾರ ಕೊಡಿ അവിടെ അനുസരിച്ചിട്ട് ഇത് ಯಾರ ಕೊಡಿ പണ്ട് ഒരു 3 വർഷം നോക്കുമ്പോൾ 595 ഗ്രാമിക്ക് ഒരു 45,000 പിന്നെ ഇപ്പത്തെ 6,000 അപ്പൊ 595 ഗ്രാം വെള്ളിക്ക് ഒരു ഇപ്പൊ സാധാരണ 1 ലാക്ക് മുട്ട അല്ലെ 1 ലാക്ക് ഇതാവും ഞങ്ങൾക്ക് കാൽക്കുലേറ്റർ എടുത്ത് നോക്കിയാൽ കാണാം 595 ഗുണിസു ഇതിന്റെ റേറ്റ് ഇട്ട് കൊടുത്തെങ്കിൽ ഇപ്പൊ ഒരു സാധാരണ 1 ലാക്കും 28,000 40,000 അന്തം പണ്ടുണ്ട് കണ്ട് അപ്പൊ അത്തരം ആ 595 ഗ്രാം വെള്ളിക്ക് എത്ര പൈസ ആവോ അത്ര പൈസ കൊണ്ടിട്ട് ഇന്നിട്ട് ആ പൈസക്ക് 1 വർഷമായെങ്കിൽ ജക്കാത്ത് 1 വർഷം അത് ഓന്റെ കയ്യിൽ നിന്നെങ്കിലും ഓൻ ബാങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിലും ഓൻ വേറെ കട കൊടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൻ്റെ പൈസ അത് ജനറൽ പെർസെന്റ് ഓൻ കൊടുക്കാൻ അത് 1 വർഷം ഇന്നെങ്കിൽ ഇത് വേണ്ട 1 ലാഖ് രൂപ ഇന്നെങ്കിൽ എത്ര കൊടുക്കണം 2,500 1 വർഷം തീന്ന് പോയി കൊടുക്കണ്ട കൈക്ക് 3 തീൻ തിന്നാണെങ്കിൽ കൊടുക്കണ്ട മാഷാഅല്ലാ ഇപ്പൊ
ഒരു ലാഖിന് പൈസത്തെ വിഷയം 2500 സാധാരണ ടൈപ്പ് 2 ലാഖിന് 5000 രൂപയ്ക്ക് ഇങ്ങനെ അതും ഒരു വർഷം അവന്റെ കയ്യിൽ മാസക്കണക്കിൽ ഒരു വർഷം ഇപ്പൊ സാധാരണ ഈ ജക്കാത്ത് വിഷയം ചർച്ച വേണ്ടി നോമ്പും ജക്കാത്തുമായിട്ട് സംബന്ധമില്ല നോമ്പുടെ ഒട്ടുക്ക് പണ്ട് ഫിത്തർ ജക്കാത്ത് മാത്രം പിന്നെ ആൾമാരെന്താക്കിടാറ് നോമ്പിൽ കൊടുക്കിടാറ് യാറെ കൂലി കിട്ടുന്നിട്ടല്ല അല്ലാണ്ട് നോമ്പ് 27 അല്ലെങ്കിൽ നോമ്പിൽ മാത്രം ജക്കാത്ത് ഇല്ലണ്ടല്ല ನಾನು ರಜಬು 10ಗೆ ನಾನು 1 ಲಕ್ಷ ರೂಪಾಯಿ ಬೆಚ್ಚ ಅಲ್ಲ 2 ಲಕ್ಷ ರೂಪಾಯಿ ಬೆಚ್ಚ ആ പൈസ അങ്ങനെ ഉണ്ട് പിന്നത്തെ റജബാകുമ്പോഴത്തേക്ക് റജബ് 10 ആകുമ്പോഴത്തേക്ക് ഒരു വർഷം ഇತ್ತು അപ്പൊ അതൊക്കെ 100% 5000 രൂപ അവിടെ എന്താക്കണം 2 ലക്ഷം കൊടുക്കണം അപ്പൊ അത് ആ നിർബന്ധം അവിടെ പിന്നെ ലേറ്റ് ആക്കുകയില്ല വേണമെങ്കിൽ 1 ലക്ഷം കൊടുക്കത്തേ ഉള്ളൂ 1 ലക്ഷം കൊടുക്കുക ಹೌದು ಲೇಟ್ ಹಾಕಿಟ್ಟು ಸುನೆങ്കിലും ഇപ്പൊ ഞങ്ങൾക്ക് വർഷ പൂർത്തിയാകുമ്പോൾ നിർബന്ധ പൊട്ടെന്നത് കൊടുത്തു വിടണുണ്ട് 300 കൊടുക്കാൻ ചെന്നറില്ല അതിലൊരു രീതി എങ്ങനെ 300 കൊടുക്കുവാൻ ഞങ്ങൾക്കത് ഈ ബിസിനസ്സിനും കൂടി ചെന്നിട്ട് പിന്നെ ഒട്ടുക എന്താണെങ്കിൽ ഈ കൊടുക്കേണ്ട രീതി ഞങ്ങൾക്ക് ഒട്ടുക വിവരിക്കാം ಬಂಗಾರದೈತೆ പൈസ ബിസിനസ് ഇപ്പൊ വലിയ ബിസിനസ് മേഖലയുള്ളവർ നമ്മളങ്ങോട്ട് സ്റ്റോക്ക് ഇക്കണ് അങ്ങോട്ട് കട ഇട്ടിക്കണ് പിന്നെ അങ്ങനെ അങ്ങാട്ടിൽ കുറെ സാമാനുകൾ ഇക്കണ് അത് യന്ത്രങ്ങൾ ഇക്കണ് അതിനെ ಬಗ್ಗೆ സർക്കാർക്ക് എങ്ങനെ കൊടുക്കണം എന്തിനാ മൊത്തത്തിൽ ബിസിനസ്സിന് ജക്കാത്ത് ವರ್ಷ ಪೂರ್ತಿ ಆಗುತ್ತೈಟಿಗೆ ಜಕಾತ್ എല്ലാ ബിസിനസ്സും ജക്കാത്ത് ഉണ്ട് അരിസാമാൻ വിൽക്കുന്നതിക്കോ ഡ്രസ്സിന് ಅಂಗಡಿ ആയിട്ടിക്കോ അല്ലെങ്കിൽ ഗുജറി ಅಂಗಡಿ ആയിട്ടിക്കോ അല്ലെങ്കിൽ മീൻ വ്യാപാരം ആയിട്ടിക്കോ എല്ലാ ബിസിനസ്സും ജക്കാത്ത് ഉണ്ട് അപ്പൊ ജക്കാത്ത് എങ്ങനെ ഇരുന്നെങ്കിൽ ഓന് ഒരു ഉദാഹരണം ചൊല്ലി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കഴിഞ്ഞ റബിയുൽ അവൽ 10 ഓനർ ബാണ്യ തുടങ്ങി ಬಂಡ ವರ್ಷ ರಬಿಯುಲ್ ಅವಲ್ ಆಗುತ್ತೆ ಒಂದು ಬಿಸಿನೆಸ್ ರಬಿಯುಲ್ ಅವಲ್ 10 ಆಗುತ್ತೆ ಎತ್ತರೈತೆ ഒരു വർഷം ആ 10 ഓൺ എല്ലാത്തെയും സ്റ്റോക്ക് കണക്കെടുക്കണം എന്തെല്ലാം ഓന്റെ ബാണ്യത്തിന് വെച്ചതുണ്ടോ അത് ലാൻഡ് ബിസിനസ് ആവും അല്ലെങ്കിൽ അരിസാമനാവും ഇപ്പൊ ഒരു അരിസാമന്റെ അങ്ങാടി നമുക്ക് എടുക്കാം അപ്പൊ എത്ര മുളകുണ്ട് എത്ര നീരിലുണ്ട് ഇതിലെല്ലാം സ്റ്റോക്ക് എടുക്കും ഇപ്പൊ എല്ലാവരും കമ്പ്യൂട്ടറിൽ ഒത്തിയമ്പണ്ടല്ല വിഷയം എത്ര സ്റ്റോക്ക് ഉണ്ട് എത്ര സെയിൽ ആയിട്ടുണ്ട് അപ്പൊ അണ്ട് എന്തെല്ലാം ഉണ്ടോ അതിലെല്ലാത്തെ കണക്ക് കൂട്ടണം അത് എത്ര രൂപയ്ക്ക് ഒന്ന് ബിക്കിടെ മാർക്കറ്റ് റേറ്റ് ഓನು എടുത്ത പറഞ്ഞ റേറ്റും അല്ല ഒന്ന് ചിലപ്പോൾ വലിയ വിലക്കും വിൽക്കും അതല്ല ഒരു മാർക്കറ്റ് റേറ്റ് അവിടെ വിൽക്കുന്നത് അത് എത്ര കിട്ടുക ആ റേറ്റ് പ്രകാരം എല്ലാத்தையும் കണക്ക് കൂട്ടണം കണക്ക് കൂട്ടിയിട്ട് ഓനിപ്പോൾ ഞങ്ങൾ ഉദാഹരണത്തിന് സാമന്റെ അങ്ങാടി എടുക്കാം അല്ലേ എല്ലാத்தைയും കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഓൻ്റെ അങ്ങാടിയിൽ ഇപ്പൊ കഴിഞ്ഞ റബിയുൽ അവൽ 10 തുടങ്ങിയത് ഈ റബിയുൽ അവൽ 10 ആകുമ്പോഴത്തേക്ക് ഓൻ്റെ അങ്ങാടിയിൽ ഓനക്ക് ഒരു 3 ലക്ഷം രൂപയുടെ ഐറ്റം ഉണ്ട് ഓൻ്റെ ഡ്രൈവറിൽ വന്ന പൈസ ഒരു 25,000 രൂപ ഉണ്ട് ഓണ് ഈ ബിസിനസ്സിൽ കിട്ടിയ ഒരു ലാഭാഞ്ചൊന്ന് എടുത്ത് വെച്ചതും ഉണ്ട് ഇനി ഓണിಗೆ കിട്ടವು കട കിട്ടವು ഇക്രാങ്കാട്ടിൽ സാമാനെല്ലാം എടുത്ത് പോയതല്ല ഇതിലെല്ലാം കണക്ക് കൂട്ടിയ ഓൺ വെച്ച 1 ലക്ഷം രൂപ ഉണ്ട് ഒരു ഐറ്റം 3 ലക്ഷം രൂപ എടുത്തുണ്ട് ഒരു 25 ഇതിലുണ്ട് അപ്പൊ എത്ര ആയിട്ട് 4,25,000 പിന്നെ ആൾമാർ കടയെടുത്ത് പോയത് കൊണ്ട് കിട്ട ഒരു 75,000 ഉണ്ട് അപ്പൊ ടോട്ടൽ എത്ര ആയിട്ട് 5 ലക്ഷം അപ്പൊ ബണ്ട് റബിയുൽ അവൽ 10 ആകുമ്പോഴത്തേക്കും 5 ലക്ഷം രൂപയുടേതായിട്ട് കിട്ടും ഇവിടെ ഇപ്പൊ കണക്കൂട്ടർ എന്തല്ല ഐറ്റം കിട്ടകൊള്ള പൈസ ഓണ്ട് അങ്ങാട്ടെ കടയെടുത്ത പൈസ കിട്ടും ഉറപ്പിന്ന് കൂട്ടണം ഉറപ്പില്ലെങ്കിൽ പിന്നെ അത് കിട്ടിയാൽ പിന്നെ കൊടുക്കണം പിന്നെ ഒന്ന് ഐറ്റമിന്റെ പേര് ഐറ്റം കൂട്ടണം 2 കിട്ടകൊള്ള കാശ് പിന്നെ ഇവിടെ ഇപ്പൊ ഇന്ന പൈസ പിന്നെ ഓൺ ലാഭം എടുത്ത് വെച്ചിട്ടിന് അത് തീനത് കൂട്ടണ്ട ഇപ്പൊ ഓണത് ഇന്നാലെ 1 ലക്ഷം രൂപ ലാഭം കിട്ടിയത് ആ 1 ലക്ഷം രൂപയുടെ ഓൺ എന്താ ആവശ്യത്തിന് കൊടുക്കുന്ന കട കൊണ്ടിട്ട് കൊടുത്തത് ഇന്നാലെ ഇപ്പൊ സാധാരണ ഈ വൈക്കൽ വാണിയൊക്കെ കിട്ടുന്നത് ലാൻഡ് ബിസിനസ് ആക്കി ചിലപ്പോൾ വർക്കൽ 1 ലക്ഷം 2 ലക്ഷം ലാഭം കിട്ടും അപ്പൊ ആ ലാഭം കിട്ടിയിട്ടാകുമ്പോൾ അത് കൊണ്ട് അതിലൊന്നും കണക്ക് കൂട്ടണ്ട ഇണ്ട് ഇപ്പൊ എത്ര ഉണ്ടോ അത് അതിൽ ഈ ബാണ്യത്തിൽ നിന്നും കിട്ടിയ ലാഭത്തെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂട്ടണം തീർന്നത് കൂട്ടണ്ട ഇനി 4 എത്ര കിട്ടും അതിനും കണക്ക് കൂട്ടണ്ട ഒട്ട് കൂട്ടിയിട്ട് ഇതിൽ 100% കൊടുക്കണം അപ്പൊ ഇവിടെ പിന്നെ ഞങ്ങൾ ക്വസ്റ്റ്യൻ വേണ്ടി നിങ്ങൾ ഏത് അവനക്ക് കാറിക്കോ ഗാഡിക്കോ പിന്നെ ഐറ്റം വെക്കുള്ള ഫർണിച്ചർ ഇതൊന്നും കണക്ക് കൂട്ടില്ല വിക്കടെ വസ്തു മാത്രമേ കണക്ക് കൂട്ടി എടുക്കട്ടെ അവിടെ ഇപ്പൊ ഞങ്ങൾ സാധാരണ ചോദ്യം വേണ്ടത് ഞങ്ങൾക്ക് കുറെ കട കിട്ടുന്നത് എന്നുള്ള അത് ലെസ്സാക്കാനാണ്ട് ഇല്ല കട കിട്ടുന്നത് ലെസ്സാക്കുകയില്ല
അതാണെന്നെങ്കിൽ ഒരു മേൽപ്പത്തകിന് ഈ നിധിയൊക്കെ ഇക്കില്ല മലയാളത്തിലുണ്ട് കേട്ടമുണ്ടായാലും ഇറക്കമുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഓണക്ക് ഇന്നലെ 1 ലക്ഷം രൂപ ലാഭം കിട്ടിയത് അതെന്തോ വർഷത്ത് ഒന്ന് തീർത്തറ അത് 2 കൂട്ടം ചൊല്ല ഇല്ല ഇല്ല. നാലെന്തെങ്കിലും കിട്ടണം അതിലും കൂട്ടറ ഇല്ല. ഇന്നത്തേത് മാത്രം. അപ്പോൾ ഓനക്ക് കട കിട്ടുന്നത് ഓൺ കണക്ക് കൂട്ടണം. പിന്നെ ഇതിക്ക് അങ്ങനെ ഓൺ ഐറ്റം എടുത്ത വന്ന് അവിടെ കൊടുക്കും ബിസിനസ് ഉണ്ടാകാൻ അതിലെ ലെസ്സാക്കും ഇല്ല അതിലെ ലെസ്സാക്കുമല്ല. അപ്പം 2 വർഷം പൂർത്തി അവിടെ എത്ര ഉണ്ടോ അത്ര ഇതായിട്ടിട്ട് ഈ ബിസിനസ്സിലെ സക്കാത്ത് അതും 100% ആയിട്ടിട്ട് അവിടെ അങ്ങനെ ഈ അരി സാമാന് കിട്ട് കൊടുത്തെങ്കിലാവില്ലേ. ബിസിനസ്സിലവിടെ പൈസ തന്നെ കൊടുക്കണം. ബംഗാറവിടെ ബംഗാറാവണം, വെള്ളിയുടെ വെള്ളി ആവണം, ആട് പോയി വണ്ടിയുടെ അതേ കൊടുക്കലേ. ഇതൊക്കെ വിവരിച്ചിട്ടില്ല, എത്ര വിവരിക്കൊണ്ട് അതിപ്പോൾ ആവശ്യമില്ലാത്തതുകൊണ്ട് അങ്ങ് വിട്ടേ. ഞങ്ങളവിടെ അത്ര ആട് വളർത്താനില്ല. പിന്നെ ഈ ബിസിനസ്സിലവിടെ പൈസ ആയിട്ടിട്ട് കൊടുക്കല്. അപ്പം ആ ബിസിനസ് നടക്കുന്ന ഏരിയ എത്ര ആയിട്ടിട്ട് അങ്ങ് കൊടുക്കേണ്ടത്. ഞങ്ങൾ പിന്നെ ചോദ്യം പണ്ടത് നിങ്ങൾ പാട്ട് കേട്ടത് ഞങ്ങൾ കൊടുക്കുന്ന സ്വതക്കത്തെ സക്കാത്താക്കി പരിവർത്തനാക്കുക അവിടെ ചെന്നത്. പിന്നെ അതിനിടയ്ക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് വിഷയം എന്താ വെച്ചാൽ ഞങ്ങൾ ഈ ലാൻഡ് ബിസിനസ്സിൽ ഇപ്പം വലിയ വലിയ ലാൻഡ് ബിസിനസ് എടുത്ത് വെച്ചിട്ടില്ല. അതിക്ക് ഓരോ സൈറ്റിക്കില്ല അതൊക്കെ സക്കാത്തുണ്ട്. എന്നിട്ട് ആ ലാൻഡ് ബിസിനസ്സിലൂടെയാണ് അവനിപ്പോൾ ബിസിനസ് തുടങ്ങിയത്. കഴിഞ്ഞ മുഹറം 1 അല്ലെ മുഹറം 10 ബിസിനസ് തുടങ്ങി. ഈ മുഹറം 10 വർഷം ഭക്തിയാവും. അപ്പം അവൻ ബിക്കൊക്കെ വെച്ച് എത്ര അല്ല ലാൻഡ് ഉണ്ടോ അതിലല്ല വില കണക്ക് കൂട്ടണം. സ്വന്തം എടുത്തേക്ക് അതൊക്കെ ഇല്ല ബിൽഡിംഗില്ല, കാറ്, ബസ്, വെഹിക്കിൾ, ഔത്തുകു, ജാഗയ്ക്ക്, പിന്നെ ഓണ്ടല്ലോ 10 ആടുണ്ടെന്ന് വെക്കുക. എനിക്കല്ല സക്കാത്ത് അള്ളാഹു താല നിർബന്ധമാക്കിയത് ഈ 8 വസ്തുക്കൾക്കും ബിസിനസ് കയറ്റി. ഈ 8 വസ്തുക്കളും ചൊല്ലുമ്പോൾ ബംഗാറും വെള്ളിയും ചൊല്ലത് പല കാലത്ത് പൈസ ആയിട്ട് ഉപയോഗമാക്കിയത് അതേ തന്നെ ആയിട്ടിത് പൈസ ചൊല്ലത്. അപ്പോൾ തന്നെ സാധാരണ വിലയായിട്ട് ഉപയോഗമാക്കരുത്. അപ്പം അതുകൊണ്ട് പൈസക്ക് സക്കാത്ത് ബണ്ട് എന്നായിട്ട് പണ്ഡിതന്മാരെല്ലാം വിവരിച്ചു. അപ്പോൾ നിങ്ങൾ പരിവർത്തനാക്കണം ആവശ്യമല്ല. പരിവർത്തനല്ല. ഇപ്പോൾ നിങ്ങളൊരു ചോദ്യം വന്നവിടെ അങ്ങനെ വന്നെങ്കിൽ ഞങ്ങൾ കുടുംബത്തിൽ പാവത്തെ മങ്ങിയത്ത് പണ്ടാറ്, കഷ്ടത്തിൽ ഉഷാറില്ലാത്തേക്ക് പണ്ടാറ്, വേറെ ആവശ്യത്ത് പണ്ടാറ്. അപ്പം ഞങ്ങൾ സദക്കെല്ലാം കൊടുക്കുക. പിന്നെ അതിനെ മേലത്ത് സക്കാത്ത് ഒന്ന് കൊടുക്കുമെന്ന് ചൊല്ലി ഇത് കഷ്ടാവില്ലേ അവിടെ ആയിട്ട് ഞാൻ ചൊല്ലിട്ട്. ഇപ്പോൾ ഒരു ബിസിനസ്സിൽ അവിടെ അല്ല ഓണിക്ക് എന്താണെങ്കിൽ വർഷം പൂർത്തി അവിടേക്ക് മുന്നേ ഓൻ്റെ സക്കാത്ത് ഒന്നും കൊടുക്കുക. പൈസ സ്റ്റോക്ക് ഓൻ വെച്ചിര ഓനൊരു 5 ലക്ഷം രൂപ ഉണ്ടതുണ്ട്. ഇതെല്ലാം വർഷ പൂർത്തി അവിടേക്ക് മുന്നേ തന്നെ ഇതിക്ക് സക്കാത്ത് കൊടുക്കുക. അവിടെ സ്റ്റോക്ക് ഉണ്ടും കല്ലെങ്കിൽ അപ്പോൾ ഓണൊരു ബിസിനസ് ആക്കണം. അപ്പോൾ ഓൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരു പാവത്തേങ്ങ മഞ്ഞൾക്ക് വന്നാൽ മഞ്ഞൾക്കറ ആവശ്യത്തിന് അങ്ങ് ഫക്കീർ മിസ്കീനല്ല ഇലക്കൊക്കെ വേണ്ടത്. അപ്പോൾ ഓണർ 10,000 രൂപ കൊടുത്ത ആ കൊടുക്കുമ്പോൾ നീയത്താക്കിയിട്ട് നൻ്റെ ബിസിനസ്സിലെ സക്കാത്തിലെ പൈസ നൻ്റെ ബിസിനസ്സിലെ സക്കാത്ത് ഞാൻ വർഷ പൂർത്തി അവിടേക്ക് മുന്നേ അഡ്വാൻസ് ആയിട്ട് മുന്നേ കൊടുക്കുന്നത് അതിലൊരു ബുക്കിൽ എഴുതി വെക്കട്ടെ മുൻകൂട്ടി കൊടുക്കും. പിന്നെ ഒരു ആവശ്യത്ത് ആരോ ഉഷാറില്ലാത്തേക്ക് വന്നത് അപ്പോൾ 2,000 കൊടുത്ത 12,000 അത് അവിടെ എഴുതി വെക്കട്ടെ. അപ്പോൾ നീയത്താക്കി ഇത് നൻ്റെ സക്കാത്ത്. പിന്നെ ഒരു ആവശ്യത്തിന് ആരോ വന്നപ്പോൾ അങ്ങനെ കൊടുത്ത അങ്ങനെ ഒരു വർഷമായിട്ട് നോക്കുമ്പോൾ സക്കാത്ത് സ്റ്റോക്ക് എടുത്ത് കണക്കൂട്ടി നോക്കുമ്പോൾ ഓനക്ക് 30,000 രൂപയുടെ സക്കാത്ത് കൊടുക്കുമ്പോൾ ഓണിവിടെ സക്കാത്ത് മുന്നല്ല അഡ്വാൻസ് ആയിട്ട് കൊടുത്തതില്ലേ അതിലുള്ള കണക്ക് കൂട്ടിയിട്ട് നോക്കുമ്പോൾ അതിൽ 50,000 ആയിട്ട് ഓൻ്റെ സക്കാത്ത് എത്ര ഉള്ളേ 30,000 കൊടുക്കണത് എത്ര 50,000. അപ്പൊ 20,000 ജാസ്തി ഉണ്ട് സദക്കടെ കൂട്ടത്തിൽ പോട്ട് അങ്ങനെ. അപ്പോൾ എന്താണെങ്കിൽ ഈ ഇങ്ങനെ ഇപ്പൊ ഇതുക്കെല്ലാം കൊടുക്കാറ് എന്തേ പാവത്തങ്ങ് ಬಂದೆങ്കിൽ ಇದಕ್ಕೆಲ್ಲ ಆ കൊടുക്കുമ്പോഴത്തേക്ക് അതിലെന്താക്കിയിട്ട് ഇത് എൻ്റെ സക്കാത്ത് ഞാൻ മുന്തിച്ചു കൊടുക്കും. ഇത് ഇവിടെ എവിടെ വന്നില്ല പൈസത്തെ സക്കാത്ത് സ്റ്റോക്ക് പൈസ റെഡി ഉണ്ടെങ്കിൽ പൈസ കൊണ്ടത് ഒരു 10 ലക്ഷം രൂപ എടുത്ത് വെച്ചതുണ്ട്. അപ്പോൾ ഓണ് ഇങ്ങനെ ആ പാവത്തെങ്ങനെ സഹായിക്കരെ ആ ആവശ്യത്തിലെല്ലാം വന്നപ്പോൾ അതിൽ നിന്ന് അവൻ സക്കാത്ത് കൊടുക്കുമ്പോൾ സദക്ക് കൊടുക്കുമ്പോൾ അതിൽ സക്കാത്താക്കി നീയത്താക്കിയിട്ട് കൊടുക്കട്ടെ. അതിലൂടെ കണക്ക് എഴുതി വെക്കട്ടെ. വർഷം പൂർത്തിയാകുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ഓൻ്റെ സക്കാത്ത് ഓന് 50,000 കൊടുക്കുന്നുണ്ട്. ഓന് പാവത്തെങ്ങെല്ലാം കൊടുത്തിട്ട് 30,000 ആയിരിക്കും. അപ്പോൾ അവന് സക്കാത്തിന് നീയത്താക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ 20,000 സക്കാത്ത് പിന്നെ കൊടുത്തെങ്കിലായിട്ട് അപ്പോൾ അവിടെ ഞാൻ മുന്തിച്ച് കൊടുക്കണേറ്റ് നീയത്താക്കിയിട്ട് സക്കാത്തിലെ നീയത്താക്കിയിട്ട് കൊടുക്കണം. പിന്നെ
പിന്നെ ഞങ്ങൾ ವರ್ಷಪೂರ್ತಿಯಾಗುವುದಕ್ಕೆ ಮುನ್ನಲು ಪೈಸಾ ಸ್ಟಾಕ್ ಉಂಡು ಅದಕ್ಕೆ ವರ್ಷಪೂರ್ತಿಯಾಗುವ ഒരു 5 തിങ്കളുണ്ട് അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങിയിട്ട് അത് ವರ್ಷಪೂರ್ತಿയാവുക 5 തിങ്കളോ 6 തിങ്കളോ ഉണ്ട്. അപ്പം ഞങ്ങൾ കൂടെ മുന്നലാക്കി കൊടുക്കാൻ ചെന്ന അവിടെ മുന്നലാക്കി ഞങ്ങൾ കൊടുത്താൻ കണ്ടെങ്കിൽ ഈ എടുത്തണ്ടവണു ജക്കാത്തിന് അവകാശിയായിട്ട് ವರ್ಷಪೂರ್ತಿയാകുമ്പോൾ വേണം. അതൊന്നും അവിടെ ശ്രദ്ധിക്കേണ്ട ഒന്നായിട്ടിരിക്കട്ടെ. അതായത് ഞാനിപ്പോൾ ഓണർ ആവശ്യത്തേക്ക് വന്നിട്ടാകുമ്പോൾ അവൻ്റെ മൂലമംഗലത്തേക്ക് എന്തെങ്കിലും കഷ്ടത്തേക്ക് വന്നിട്ടാകുമ്പോൾ എൻ്റെ ജക്കാത്തിൻ്റെ പൈസത്തിൽ നിന്ന് ഞാൻ 10,000 കൊടുത്തേ. എൻ്റെ ജക്കാത്ത് നിർബന്ധമാവുക ഏനെന്തുണ്ട് ഓനൊരു 6 തിങ്കളുണ്ട്. ആ 6 തിങ്കളാകുമ്പോൾ ഓന് വലിയ പൈസവനായ എന്നാൽ ഞാൻ അപ്പോൾ കൊടുത്ത ജക്കാത്ത് അവിടെ മെയ്യാവില്ല. കാരണം എൻ്റെ ജക്കാത്ത് നിർബന്ധമാകുമ്പോൾ ഓന് ഫക്കീറല്ല മിസ്കീനല്ല, ഓനക്ക് ജക്കാത്ത് ഞാൻ മുന്നലെ കൊടുത്തേ. അപ്പോൾ അവിടെ ആ ജക്കാത്ത് വേറെ കൊടുക്കേണ്ടി ഉണ്ട്. അത് കൊടുത്തത് വീടില്ല, അതൊരു അവകാശിക്ക് എത്തിയില്ല എന്നുള്ളതാണ്. അതൊന്നും അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടിരിക്കണം. പിന്നെ ഇവിടെ ഒരു ചോദ്യമുണ്ട്. പള്ളി, മദ്രസ, യതീംഖാന അങ്ങനത്തേക്കുള്ള സഹായത്തുകളെ പണ്ടർ ಅದಕ್ಕೆ ಜಕಾತ್ ಕೊಡ್ಕೋ. ಪಳ್ಳಿಗೂ ಜಕಾತ್ ಕೊಡ್ಕೋಲ್ಲ, ಮದ್ರಸ ಸಂಘಟನೆ ಕಾರಣ ഖുർആൻ ചൊന്നത് ഇന്നമ സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകിൻ. ഖുർആൻ ചൊന്നത് ഇന്നിങ്ങനത്തെ നിങ്ങളുടെ സ്വത്തിൽ നിന്ന് ഇത്തരത്തിലെ കൊടുക്കണം. അള്ളാഹു താല ഇങ്ങക്ക് കൊടുക്കുക ചൊന്നത് ഞങ്ങൾ കൊണ്ട് ഈ പള്ളി കൊടുത്തെങ്ക അവിടെ ആവില്ല. അപ്പൊ ഫിത്ർ ജക്കാത്താവട്ടെ ഈ ജക്കാത്താവട്ടെ വ്യക്തിങ്ങ കഴിക്കുന്ന കൊടുക്കല് സംഘടനകോ പള്ളിക്കോ മദ്രസക്കോ ആവില്ല. ചില ആൾമാരൊക്കെ അങ്ങനെ പള്ളി കെട്ടുപാട്ടില്ലേ, ഞങ്ങൾ മദ്രസക്ക് കല്ല് കൊടുത്തില്ലേ, ഞങ്ങൾ പള്ളിക്ക് സാറിനാക്കൊട്ടില്ലേ, പള്ളിയിൽ അതൊക്കെ ജക്കാത്ത്, അത് ജക്കാത്താവില്ല. ഇപ്പൊ ನಾನು നിങ്ങൾക്ക് തറവിന്നൊരു പൈസത്തെ ഞാൻ കൊണ്ടിട്ട് പള്ളി കൊടുത്തിട്ട് നീ കേൾക്കുമ്പോൾ നിങ്ങൾ തരുന്ന പൈസ ഞാൻ പള്ളി കൊടുത്തിരുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ആയിരിക്കും അള്ളാഹു താല ഉടെ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ കൊണ്ടിട്ട് പിന്നെ നോക്കി കൊടുക്കുക, അത് ജക്കാത്തില്ല. അപ്പൊ ഈ സ്ഥാപനക്കോ പള്ളി മദ്രസക്കോ ജക്കാത്താവില്ല. ജക്കാത്ത് വ്യക്തിങ്ങൾ കൈക്ക് കൊടുക്കേണ്ടത്. പിന്നെ ഇവിടെ ഞങ്ങൾ ചോദ്യം വേണ്ടത് ആരോഗ്യം എന്നുള്ളത് അല്ലേ, ആർക്ക് കൊടുക്കണമായി അവകാശിങ്ങ, ഫക്കീർ, മിസ്കീന്, കടക്കാർ, യാത്ര പോണ്ടങ്ങ, പിന്നെ പുതിയ മുസ്ലിം. ഇത് 5 ഞങ്ങളെ റായത്തിൽ ഫിത്ർ വിഭാഗം. പിന്നെ അള്ളാഹുടെ ദീനിന് വേനായിട്ട് യുദ്ധാക്രങ്ങൾ. പിന്നൊന്ന് ജക്കാത്തിന് മേലെ ജോലി ചെയ്താങ്ങാട്ടുണ്ട്. അത് സംഘടന അല്ല. പല കാലത്ത് ഞങ്ങളെ ഖലീഫന്മാർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ജക്കാത്ത് പിരിക്കുക അങ്ങനത്താക്കുന്നത് പോയിട്ട് അവിടെ എത്ര ആടുണ്ട് എണ്ണിട്ട് ആ ആടിൽ എത്ര ജക്കാത്ത് നിർബന്ധമുണ്ടെന്ന് കണക്കെടുത്തിട്ട് ഇങ്ങ് കൊടുത്തിട്ട് ഇവിടെ വെക്കണം. ആടൊക്കെ വെളിച്ചം കൊണ്ടാറ്, ഒൻറ്റയുടെ വെളിച്ചം കൊണ്ടാറ്, അതുപോലെ കാരൊക്കെ ഈത്ത പോലെ എന്തെങ്കിൽ അരി ഇതല്ലെങ്കിൽ അതിൽ പുറത്ത് വന്നിട്ടുള്ള ഗോഡന് കിട്ടാറ്. അത് ആ രാജാവ് ജക്കാത്ത് പിരിക്കുക ഏൽപ്പിക്കാതെ മാറും. പിന്നെ ഒന്ന് അടിമ മോചനം ചൊല്ലിട്ടുള്ള അടിമ മോചനത്തിൽ കഷ്ടപ്പെട്ടവൻ. ഈ 3 ടീം ഇപ്പം ഇല്ല. അപ്പം 5 ആയിട്ട് 5 ഫക്കീർ, മിസ്കീൻ. ഫക്കീർ ചെന്നെങ്കിൽ എന്തും നിവൃത്തി അറക്കയില്ല, ഉനക്ക് സ്വത്തും ഇല്ല, അല്ല സമ്പത്തുണ്ട്, അത് ഊടേക്കും മെയ്യാവില്ല. ഉനക്ക് അവിടെ എനിക്കത്തെ സ്വറ ഇല്ല. ഉനക്ക് അവിടെ സ്വറ ഉണ്ടെങ്കിൽ ഓൻ്റെ അവർ നിലക്കൊത്തിട്ടുള്ള ഒരു സ്വറ ഓനക്ക് ഇല്ല, അല്ലെ സ്വറാക്കുക ആവില്ല. അങ്ങനത്തെ എന്തെങ്കിലും പരിസ്ഥിതിയിലാവും. മിസ്കീൻ ചെന്നെങ്കിൽ ഉണ്ട്, മെയ്യാവില്ല. കടക്കാർ തന്നെ ഹലാലായ ആവശ്യത്തിന് കട എടുത്തിട്ട് കട വീടുക കഷ്ടപ്പെട്ടത്. പിന്നെ യാത്ര പോണ്ടെങ്കിൽ ചെന്നെങ്കിൽ ഹജ്ജിക്ക് പുറത്തായില്ല, വേറെ എത്ര പൈസ ഇല്ല, ജക്കാത്ര പൈസ കൊടുത്ത് സഹായിക്കാം. ഉംറത്ത് പുറത്തായില്ല, വേറെ എത്ര പൈസ ഇല്ല, ജക്കാത്ര പൈസ കൊടുത്ത് സഹായിക്കുക. ചിലപ്പോൾ ഇലവനായിട്ടിക്കും, മൂത്തോനായിട്ടിക്കും, ഫാമിലി പെട്ടെന്നായിട്ടിക്കും, ഇങ്ങനെ കൊടുക്കുക, ഇലമൂത്തേക്ക് കൊടുക്കുക. ഇപ്പം ഇലവൻ മൂത്തോണിക്ക് കൊടുക്കുക. ഫസ്റ്റ് അതല്ല ഞങ്ങൾ പരിഗണിക്കേണ്ടത്. ഇപ്പം ഇലവൻ കഷ്ടത്തിലുള്ള ജക്കാത്ര പൈസ അവന് കൊടുക്കുക, മൂത്തോൻ കഷ്ടത്തിലുള്ള ജക്കാത്ര പൈസ അവനക്ക് കൊടുക്കുക. അപ്പം ഇങ്ങനെ ഈ അവകാശിയാവും ഏതില് ഫക്കീർ കൊറടിയേറ്റിക്കുക. മിസ്കീന് സാധാരണ മധ്യനിലയിൽ ഇക്കിടങ്ങാണ്ട് നമുക്ക് ചൊല്ലാം. കടത്താൾമാർ ഇക്കിടാറ് മോലെ മഞ്ഞളാക്കോ കട എടുത്തിട്ട് കഷ്ടപ്പെട്ടാണ് വേറെ ആവശ്യത്തിൽ കട എടുത്തിട്ട് കട വീടോക്ക് കട എടുത്തിട്ട് അതിൽ വീടോക്ക് കഷ്ടപ്പെട്ടുകൊണ്ടുള്ളത് അങ്ങനത്തെ ചില ഇങ്ങനെയൊക്കെയാണ് ചെറിയൊരു കട അത് പുറത്ത് തീർക്കണേക്കത്തിയത് അല്ലെങ്കിൽ ഓർക്ക് അതുക്കുള്ള തേറുണ്ടു അവനല്ല. കട എടുത്തറ ഹലാലായ ആവശ്യത്തിൽ കട എടുത്തറ ആ കട കൊടുത്തു പിന്നീട് വിഹിതിക്കുകയാണ്. ഇതിലിപ്പോ നല്ലൊരു വിവരണമായിട്ട് ഇനി അതിൽ വീതി ആക്കണമല്ലോ. ഇപ്പൊ ഓഹരി ആക്കണം, ഇതാക്കണം, എങ്ങനെ ആക്കണമായി. ജക്കാത്ത് നിർബന്ധം അവിടെ. ബിസിനസ് എവിടെ ഉണ്ടോ അവിടെ, പൈസ എവിടെ ഉണ്ടോ അവിടെ, അവന് എവിടെ ഇക്കടാണ് അവിടെ അവിടെ ചിത്ര ജക്കാത്ത് ഇങ്ങനെ ആക്കിയിട്ട് അതത്
കൊടുക്കുന്നത് അവിടെ ആവണം, എടുത്തൊല്ലാവണം, എവിടെ ആവണം, ആയും തൊന്നരെ കൊടുക്കുന്നത് അവിടെ വെച്ചിട്ടാവണം. പിന്നെ ഫാമിലിയിൽ ചിലപ്പോൾ കഷ്ടത്തങ്ങല്ല ഇന്നെങ്കിൽ ദൂരത്തിലെങ്കിൽ ആശ്രയിച്ച് ജീവിക്കിടാങ്ങ ഇല്ല എന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗൾഫിൽ ബിസിനസ് ആക്കിയിട്ട് ബോംബെയിൽ ബിസിനസ് ആക്കിടാങ്ങിക്കിടാം, ഇങ്ങനെ ആശ്രയിച്ച് ജീവിക്കിടാങ്ങിക്കിടാം. അപ്പം അവിടേക്ക് കടത്തി കൊടുക്കാണ്ട് ഞങ്ങളുടെ ഷാഫി മസാബിലെ അഭിപ്രായമുണ്ട്. അതെല്ലാം സ്വീകരിച്ചിട്ട് ഞാൻ അത് മുഖാന്തരം കൊടുക്കണേ എന്ന് നിയത്താക്കിയിട്ട് ദൂരത്തോടെ കൊടുക്കാം. പിന്നെ ഞങ്ങൾക്ക് റായത്തുൽബത്തിൽ കൊടുക്കുക അവിടെല്ല അവിടെ തന്നെ കൊടുത്ത് വിടാം. അപ്പം കൊടുക്കണേ എങ്ങനെയാണെന്നുള്ളതായിട്ടില്ല. ഖുർആൻ ചൊന്നതിൽ ആ റായത്ത് എത്ര ടീമുണ്ടോ അത്ര ടീമിൽപ്പെട്ട എല്ലാവർക്കും കൊടുക്കുക അവിടെയെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം. വലിയ വലിയ ബിസിനസ് ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും പണ്ടേക്ക് എത്തിക്കുക. ഇനി എല്ലാവർക്കും പണ്ട് എത്ര സക്കാത്ത് ഇല്ല എന്നാൽ പിന്നെ ഒരു വിഭാഗത്തിലോട്ട് 3 ആൾക്കും കൊടുക്കണം. ഒരു 3 ഫക്കീർ, ഒരു 3 മിസ്കീൻ, ഒരു 3 കടക്കാർ. എന്താ അപ്പം അതിനെന്താ പറഞ്ഞാൽ ഒരേ ഇപ്പം ഞങ്ങളുടെ റായത്തിൽ ഫക്കീറുണ്ട്, മിസ്കീനുണ്ട്, കടക്കാറുണ്ടെന്ന് വെക്കാം. സക്കാത്തിൻ്റെ പൈസ ഒരു 1 ലക്ഷം ഉറുപ്പുണ്ട്, ഒരേപോലെ 3 ഒതിയുണ്ട്. അപ്പം 33,000 ചില്ലാരെ ഒരു ഒതിൽ വേണ്ട. അതിലെ ഫക്കീർ ചൊല്ല വിഭാഗത്ത് കൊടുക്കണം. പിന്നെ ഒരു 33,000 ചില്ലാരെ മിസ്കീൻ ചൊല്ല ഈ ഭാഗത്ത് കൊടുക്കണം. പിന്നെ ഒന്ന് കടക്കാർ എന്നുള്ള ഈ ഭാഗത്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെ ഇതാക്കാം. 3 വിഭാഗം, 4 വിഭാഗം, 4 വിഭാഗം. അതിൽ പുതിയ മുസ്ലിം ചൊല്ലത് ദീനക്ക് ബന്നറാറ് അങ്ങനെ ഈമാൻ ഗട്ടിയായിട്ടില്ല അങ്ങനത്തെ അല്ല. ദീനക്ക് ബന്നറാറ് നിസ്കാരത്തിൽ നോമ്പലെല്ലാം അങ്ങനെ മുന്നര ഉള്ളവർക്ക് പിന്നെ പുതിയ മുസ്ലിം കൊണ്ട് കണക്കൂട്ടില്ല. പിന്നെ അവന് അതിൽ പെട്ടെന്ന് കൊടുക്കാം. ഫക്കീറോ മിസ്കീനോ കടക്കാരോ അല്ലെ. ബാപ്പക്ക് കടമുണ്ട്, ബാപ്പക്ക് കടമുണ്ട്, മോന്റെ സക്കാത്തുണ്ട്. ബാപ്പക്ക് കൊടുത്തിട്ട് ആ കടത്തിൽ വിടുപോട്ട അങ്ങനെ. ബാപ്പ ഫക്കീറും തന്നെ ബാപ്പക്ക് കൊടുക്കാം. ബാപ്പക്ക് ചെലവ് കൊടുക്കും, മോനക്ക് നിർബന്ധമല്ലേ, മോൻ കൊടുക്കണം അല്ലെ. ബാപ്പക്ക് കടമുണ്ട് തന്നെ കടത്തെ വിടുവാനായിട്ട് മോനക്ക് സക്കാത്ത് കൊടുക്കാം. സക്കാത്തിലെ പൈസ കൊടുത്തിട്ട് വൃത്തിയാക്കാം, ഇലവൊന്നും കൊടുക്കാം. അവന് ചെലവ് കൊടുക്കണമെങ്കിൽ കൊടുക്കുമല്ലേ. ഇപ്പം അങ്ങനെ പെഞ്ഞായിട്ട് മക്കൾക്ക് അവൻ്റെ സക്കാത്ത് അങ്ങനെ കൊടുത്തിട്ട് കൊടുക്കാറില്ല. അപ്പൊ ഇത് ബാപ്പക്ക് കൊണ്ട് ചെലവ് കൊടുക്കാൻ നിർബന്ധമല്ലേ. അപ്പൊ അതേ സമയത്ത് ബാപ്പക്ക് അത്യാവശ്യം ഇതെല്ലാം ഉണ്ട്, പിന്നെ ബാപ്പക്ക് കടമുണ്ട്, എന്നാൽ കൊടുക്കുവാനായിട്ട് കടവിടുവാനായിട്ട് ബാപ്പക്കും കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ആയിട്ട് അതിൽ വിഹിതിക്കേണ്ടത്. അപ്പൊ ആ റായത്തിൽ ഈ അവകാശികളിൽ നിന്ന് എത്ര ആൾ കിട്ടും. പിന്നെ ഒരു സാധാരണ നിൽക്കുന്ന ഞങ്ങളുടെ റായത്തിലുള്ള എപ്പോഴും അവനും കൊടുക്കണം, അവന് കൊടുത്തില്ലെങ്കിൽ ബേജാറാവുന്നുണ്ട്. അങ്ങനെ അവൻ ഒക്കുന്നു തന്നെ മാത്രം അതായത് ഇതിലെ ഈ സക്കാത്തിലൂടെ എടുത്തൊല്ലാവനും പഠിക്കണം, രണ്ടാളും കൂടി പഠിക്കണം. ഇതേ സംബന്ധിച്ച് അറിയണം. അപ്പൊ ഈ ഫിത്ർ സക്കാത്തിലൂടെ ആയിരിക്കണം എപ്പോഴും അവനിക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെല്ലാം ബേജാറാവണുണ്ടെങ്കിൽ വേറെ ആരും എന്തെങ്കിലും കൊടുക്കണം. സക്കാത്ത് പെർഫെക്റ്റ് ആയിട്ട് അവകാശികൾക്ക് എത്തും പോലെ നോക്കണം. ഇതെന്നെങ്കിൽ ഇതൊരു നിർബന്ധമായ ഒരു വിഷയമായിട്ടുണ്ട്. സദക്ക എന്നുള്ളത് ആവശ്യമായിട്ടുണ്ട്, അത് സുന്നത്തായ ഒരു വിഷയമായിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ സദക്ക നിർബന്ധമായി പണ്ട് എന്താണെങ്കിൽ പുറത്തേക്ക് ഉഷാറില്ല, അവനക്ക് മറന്ന് കൊണ്ടിട്ട് 6-8 പൈസ ഇല്ല. അപ്പൊ ഇന്നങ്ങൾ കൂട്ടിയിട്ട് അവന് മറന്ന് കെത്തുവാട്ട എന്നുള്ളത് അവിടെ ഇപ്പം സക്കാത്ത് നിർബന്ധമായിട്ടല്ല. ഇന്നങ്ങൾ അവിടെ പൈസ കൂട്ടിയിട്ട് അവൻ്റെ എന്തെങ്കിലും രക്ഷപ്പെടുത്തണമെങ്കിൽ നോക്കണം. അതൊക്കെ ചില സന്ദർഭങ്ങളിൽ പണ്ടൊന്നായിട്ട് നാളെ. പിന്നെ സക്കാത്തിനെ സംബന്ധിച്ച് വ്യാപാരത്തെ സക്കാത്തും ബംഗാരത്തെ സക്കാത്തും ചെന്നിട്ട് വേറെ യൂട്യൂബിൽ ഞങ്ങളുടെ ക്ലാസ് ഉണ്ട്, അത് കാത് കൊടുക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളെല്ലാം സ്വാലിഹീങ്ങളിലും സജ്ജനങ്ങളിലും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഈ ക്ലാസ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അതുപോലെ ഇതിൽ പഠിക്കുക ആഗ്രഹമുള്ളവരും മാറിക്കോറ്. അപ്പം നിങ്ങൾ സ്റ്റാറ്റസിലിട്ടിട്ടും മറ്റു ഗ്രൂപ്പുകൾക്കും കടത്തി കൊടുത്തിട്ട് സഹകരിക്കുക. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.